സുഹൃത്തുക്കളെ, സല്യൂട്ട്. എൻ്റെ അച്ഛനമ്മമാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആണ് ഞാൻ ജനിച്ചു വീണത്. 2 പെൺകുട്ടികൾക്ക് ശേഷം ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്ന എൻ്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ചും ഞാൻ പിറന്നു വീണത് വളരെയധികം സങ്കടം ഉണ്ടാക്കിയിരുന്നു എന്ന് അമ്മ എൻ്റെ കുട്ടിക്കാലം മുതൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രസകരമായിട്ടാണ് അമ്മ പറഞ്ഞിരുന്നതെങ്കിലും അത് വല്ലാത്ത അപകർഷതാബോധം എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളിലാണെങ്കിൽ പോലും പുതിയ ഒരു സാധനം കിട്ടിയിട്ടില്ല. യൂണിഫോം ചേച്ചിമാർ ഉപയോഗിച്ച് കളയുന്നത് അവർക്ക് പാകമാവാതെ ഒരു പെരുക്കി തരും. സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ്, പുസ്തകങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, അതുപോലെ പെൻസിൽ ബോക്സ്, റഫ് ബുക്ക് തന്നെ അമ്മ ഉണ്ടാക്കിയിരുന്നത് ചേച്ചിമാരുടെ പുസ്തകത്തിൽ നിന്ന് ഉപയോഗിക്കാത്ത പേജസിൻ്റെ നോട്ടെടുത്ത് കുത്തിക്കെട്ടി തുന്നിക്കെട്ടി ഒരു പുസ്തകമാക്കി തന്നു വിടുമായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കളിയാക്കൽ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു പുതിയ റബ്ബറില്ല, പുതിയ പേനയില്ല, പുതിയ പെൻസിലില്ല, എല്ലാം ഒരഞ്ഞ് തീർന്നതാണ്. അപ്പോൾ അതൊക്കെ അന്നൊക്കെ ഒരു പുതിയൊരു സാധനത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട് ഞാൻ. കളർ ഡ്രസ്സ് ഇടാം എന്ന് സ്കൂളിൽ പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ് എനിക്ക്. കാരണം യൂണിഫോം ആയിരുന്നു എനിക്ക് ഹാപ്പി. പക്ഷെ അന്ന് ഓണത്തിന് അത്തക്കള പൂക്കല മത്സരത്തിൽ ഞാനും പങ്കെടുക്കാനായിട്ട് പേര് കൊടുത്തിരുന്നു. ഞാനന്ന് വരയ്ക്കുമായിരുന്നു നന്നായിട്ട്. കുട്ടിക്കാലം മുതൽ വരയ്ക്കുന്നതിലും കഥ, കവിത എഴുതുന്നതിലും ഒക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പം പൂക്കളത്തിൻ്റെ പടം വരയ്ക്കാൻ സഹായിച്ചതും ഒക്കെ ഞാനാണ്. അതുകൊണ്ട് ഞാനും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ലുങ്കിയും ഷർട്ടും ധരിച്ചുകൊണ്ട് വരണം എന്നൊരു തീരുമാനമെടുത്തു. ടീച്ചറാണ് പറഞ്ഞത്. അപ്പം അന്ന് ആ കാലത്ത് 75-76 സമയങ്ങളിൽ ലുങ്കി ഷർട്ടും പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വേഷമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ലുങ്കി ഷർട്ട് വേണം, അപ്പോൾ എനിക്കൊരു ലുങ്കി ഷർട്ട് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് നിവർത്തിയില്ല. അമ്മ ഇങ്ങനെ പലയിടത്തുമൊക്കെ തപ്പിനടന്ന് അവസാനം ഉപയോഗിക്കാതെ വെച്ചിരുന്ന പൂക്കളൊക്കെയുള്ള ഒരു സാധനം അത് അമ്മ എടുത്ത് വെട്ടി. അമ്മയ്ക്ക് ചെറുതായിട്ട് തുന്നലൊക്കെ അറിയാം. അപ്പോൾ ലുങ്കി പോലെ പ്ലീറ്റ്സൊക്കെ ഇട്ട് തരികയും എൻ്റെ അളവനുസരിച്ച് ചെയ്തു തരികയും ചെയ്തു. അപ്പോൾ അതിന് ചേരുന്ന ഇനിയും ഷർട്ട് വേണമല്ലോ. അപ്പോൾ സാധാരണ ലുങ്കി ഷർട്ടും മാച്ചിങ് ആയിരിക്കണം. ലുങ്കിയുടെ ഭാഗം വെച്ചിട്ടാണ് ഷർട്ടിൻ്റെ പ്ലെയിൻ ഷർട്ടും അതിൻ്റെ സ്ലീവ്സും കോളറും ഒക്കെ വയ്ക്കുക, നല്ല ബട്ടൺസും ഒക്കെ വയ്ക്കുക. അപ്പോൾ അത് ചെയ്യാനുള്ള സമയവും ഇല്ല, തുണിയും ഇല്ല. അതുകൊണ്ട് അമ്മ ഒരു ഏകദേശം മാച്ചിങ് വരുന്ന ഒരു ലോങ് ടോപ്പ് എടുത്തിട്ട് ആ ടോപ്പ് ചെറുതായിട്ട് മടക്കി വെച്ച് അതിൻ്റെ അടിയിൽ ഇങ്ങനെ തൈ ഓടിച്ചു. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം മാച്ചിങ് ആണ്. പക്ഷെ കണ്ടാൽ അറിയാം അത് തേച്ച് കെട്ട സാധനമാണെന്നുള്ളത് അറിയാം. എൻ്റെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അത് ധരിച്ചുകൊണ്ടാണ് മത്സരത്തിന് പങ്കെടുക്കാൻ പോയത്. അന്നത്തെ ദിവസം വളരെ കഷ്ടമായിരുന്നു എനിക്ക്. കാരണം എല്ലാവരും കളിയാക്കി എന്നെ. കൂട്ടത്തിലുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു, അയ്യോ ഇതെവിടെ നോക്കിച്ചു, എന്ത് മോശമായിരിക്കുന്നു. ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ഭയങ്കര പുതിയതായിട്ടുള്ള ലുങ്കി ഷർട്ടും പല കളേഴ്സിലും നല്ലതൊക്കെ ഇട്ടുകൊണ്ട് വന്നു കണ്ടിട്ട് എനിക്ക് വലിയ അപകർഷതാബോധവും അവമാനവും ഒക്കെ തോന്നി. ടീച്ചർമാർ പോലും ചോദിച്ചു, ഇതെന്തൊരു വേഷമായത്, ലുങ്കി ഷർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇട്ടുകൊണ്ടാണോ വരുന്നത്, മീൻകാരെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള മറ്റുള്ള കളിയാക്കിയ വാക്കുകളൊക്കെ പറഞ്ഞു. എന്തായാലും അന്ന് വിഷമിച്ചിരുന്നെങ്കിലും ഞങ്ങളുടെ ടീമിന് ഫസ്റ്റ് കിട്ടി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തിരിച്ചു ചെന്നപ്പോഴും ഞാൻ സന്തോഷിച്ചിരുന്ന കാര്യം, അത് പോട്ടെ, ഡ്രസ്സ് പോട്ടെ, സാരമില്ല, ഇത് കാശില്ലാത്തതുകൊണ്ടല്ലേ, ഡ്രസ്സ് പോട്ടെ. പക്ഷേ ഞാൻ വരച്ച പടം അടങ്ങിയ ടീമിന് ഫസ്റ്റ് കിട്ടിയല്ലോ, അതിൽ മനസ്സാകർഷിച്ച് വെച്ച് ഞാൻ സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പണ്ടേ അങ്ങനെയാണ്. എനിക്ക് തോന്നി ചലഞ്ചസ് ഒരുപാട് വരുമ്പോൾ അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോ അപകർഷതാബോധം വരുമ്പോഴും ഓരോരുത്തരും നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ഫൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത പണ്ട് തൊട്ടേ എനിക്ക് വന്നിട്ടുണ്ട്. സിവിൽ സർവീസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയം ഞാൻ 3 ട്യൂട്ടോറിയലും പാരലൽ കോളേജുകളിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സിവിൽ സർവീസ് ബാങ്കിൻ്റെ പരീക്ഷകൾ എഴുതുന്നുണ്ടായിരുന്നു. മറ്റേ കോളേജിലെ ഗവൺമെൻറ് അധ്യാപികമാരുടെ പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പരീക്ഷകളും എഴുതുന്നതിനിടയിൽ കൂടെ സിവിൽ സർവീസും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ആദ്യത്തെ പ്രാവശ്യം കുറേ കഷ്ടപ്പെട്ട് പഠിച്ചു. കാരണം പുസ്തകങ്ങളില്ലായിരുന്നു, പേപ്പർ വായിച്ചു, പല ലൈബ്രറികളിൽ പോലും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പ്രിലിമിനറി എഴുതി. അന്ന് റിസൾട്ട് അറിയുന്നത് പത്രത്തിലൂടെയോ നെറ്റിലൂടെയോ ഒന്നും അല്ല, നെറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ നോട്ടീസ് എഴുതി ഒട്ടിക്കും. അപ്പോൾ ഞാൻ റിസൾട്ട് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ നടന്ന് ചെന്ന് അവിടെ എൻ്റെ നമ്പർ നോക്കിയപ്പോൾ നമ്പർ അതിനകത്തില്ല. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളെല്ലാവരും വിജയം പ്രതീക്ഷിച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ പോലും നമുക്കായിരിക്കും ബമ്പർ എന്ന് വിചാരിച്ചല്ലേ എടുക്കുക. പക്ഷെ അതെന്നെ വല്ലാതെ തളർത്തി. അപ്പം ഞാൻ വിഷമിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എനിക്ക് പടി കയറി, പടിയിൽ അകത്ത് പോയി പറയാൻ മടി അമ്മയുടെ അടുത്ത്. അതുകൊണ്ട് ഞാൻ പടിയിൽ ഇങ്ങനെ വിഷമിച്ച് താടിക്ക് കൈയും കൊടുത്തിരുന്നപ്പോൾ എൻ്റെ കൂടെ പരീക്ഷ എഴുതിയിരുന്ന ഞങ്ങളുടെ നെയ്ബർ ഒരു പയ്യനുണ്ട്. അവൻ അതുവഴി വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ തുള്ളിച്ചാടി നടന്നു വരുന്നു. അപ്പോൾ അവൻ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി കിട്ടിയില്ല. അപ്പോൾ അവൻ ചോദിച്ചു, കിട്ടിയില്ല അല്ലേ?
എനിക്ക് കിട്ടി കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്താ പറയുക, ഹാ ചെയ്തിട്ടാണ് എനിക്ക്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു വിഷമം തോന്നി. അയ്യോ, ഇവൻ ഞാനാണെങ്കിൽ കുട്ടിക്കാലം മുതൽ കാണുന്ന വലിയ ബുദ്ധിയൊന്നും ഇല്ലയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഇവന് കിട്ടി പുള്ളിമതി, പക്ഷെ എനിക്ക് കിട്ടിയില്ലല്ലോ. എന്നാൽ എൻ്റെ ഇവൻ കളിയാക്കിയിട്ട് പോവുകയും ചെയ്തല്ലോ, അപ്പോൾ കാണിച്ചു കൊടുക്കണമല്ലോ എന്നൊരു വാശി അപ്പോൾ വരികയും ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ടൈം എഴുതി. എനിക്ക് പ്രിലിമിനറി മെയിനും ഒക്കെ എല്ലാം കിട്ടി, മുഴുവൻ കിട്ടി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയപ്പോൾ ആ പയ്യൻ ഇപ്പോഴല്ല, കുറച്ച് അത് കഴിഞ്ഞ് ഞാൻ എവിടെയാണ് എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അയാൾ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആൾക്ക് സിവിൽ സർവീസ് കിട്ടിയില്ല. ഞാൻ എൻ്റെ നാട്ടിലെ തന്നെ എനിക്ക് തോന്നുന്ന ചലഞ്ച് കാരണം നമ്മളെ ഇങ്ങനെ മാറ്റി മറിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അപ്പം അതിന് റാവുസ് IA സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ഒരേ ഒരു സ്ഥാപനമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ സിവിൽ സർവീസിന് പഠിക്കാനായിട്ട്. ഡൽഹിയിലായിരുന്നു അത്. അപ്പോൾ അതിനൊന്നും ചേർന്ന് പഠിക്കാനുള്ള കാശോ ത്രാണിയോ ഇല്ലാതിരുന്നത് കൊണ്ട് അവസാനം മെയിനും കിട്ടിക്കഴിഞ്ഞ് ഇൻ്റർവ്യൂവും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ട്യൂഷൻ എടുത്തുണ്ടാക്കിയ കാശെല്ലാം കൂടി എടുത്ത് വെച്ച് ഡൽഹിയിൽ പോയി, അമ്മയുമായി പോയി ഒരു 5 ദിവസത്തെ ഇൻ്റർവ്യൂ ക്രാഷ് കോഴ്സിന് ഞാൻ ചേർന്നതോ. പക്ഷെ ലാസ്റ്റ് റാവു എന്ന് പറയുന്ന ആൾ തന്നെ നേരിട്ട് വന്ന് നമുക്കൊരു മോക്ക് ഇൻ്റർവ്യൂ നടത്തും. ആ മോക്ക് ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞിട്ട് റാവു എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വളരെ പുച്ഛമായിട്ട് പറഞ്ഞു, interview, you don't attend the interview, you go back, there is no chance that you will get through the civil services എന്നാ റാവു എന്നോട് പറഞ്ഞു. ഓർത്ത് നോക്കണം, കാശൊക്കെ കൊടുത്ത് കേരളത്തിൽ നിന്ന് ദൂരെ വന്ന് കഷ്ടപ്പെട്ട് ഏതോ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ദൂരെ താമസിച്ചിട്ട് ബസ്സിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ റാവു 5 ദിവസത്തേക്കാണെങ്കിൽ 5 ദിവസത്തേക്ക് പോയിരുന്നു. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ തളർത്താൻ വേണ്ടിയുള്ള വാക്ക് പറഞ്ഞിട്ട് അതും കേട്ടോണ്ടാണ് പിറ്റേ ദിവസം ഞാൻ UPSCയിൽ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അത് കുറച്ച് നേരം ഇങ്ങനെ എൻ്റെ മനസ്സിൽ മുഴങ്ങി കിടന്നെങ്കിലും പിന്നീട് ഞാൻ അതെടുത്ത് മനഃപൂർവ്വം കളഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അയാൾക്ക് തെറ്റുപറ്റി. പക്ഷെ ഇതുപോലെയുള്ള അവസരങ്ങളിലെല്ലാം ഇതൊരു ചലഞ്ചായിട്ട് ഞാൻ എടുത്തുകൊണ്ട് എങ്ങനെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോയത് കൊണ്ടാണ് തീർച്ചയായിട്ടും വിജയം എനിക്ക് കൈവരിക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഇതുപോലെയുള്ള ഒരു അവസരം വരുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് അതിനെ നേരിട്ട് അതൊരു ചലഞ്ചായിട്ട് കണ്ടുകൊണ്ട് അത് തിരുത്താൻ ശ്രമിച്ചാൽ, ഈ ആളുകളൊക്കെ പറയുന്നവർ പറയട്ടെ, അവരല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുക, നമ്മൾ സ്വയമാണ് തീരുമാനിക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മളെ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് നയിക്കും. സസ്നേഹം, ശ്രീലേഖ.